ആകാശദൂതിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു. കുറെ കുട്ടികളുണ്ട് അതിൽ ഏറ്റവും മുതിർന്ന എങ്കിലും ആകാശദൂതിനെ പ്രതിനിധീകരിച്ച് എനിക്ക് തന്നെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയൊരു അഭിമാനം തോന്നുകയാണ് സാർ. സീന തന്നെയാണ് എത്തേണ്ടത്. കാരണം സ്റ്റാർ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പൊ മാധവിയെ പോലെ തന്നെ അല്ലേ? അതെ അതെ, ശ്രദ്ധിക്കപ്പെട്ട 19 വർഷം കഴിഞ്ഞു. അല്ല, ഇപ്പോഴും എനിക്ക് ആ ഒരു ലേബലാണ്, മീനു എന്നുള്ള കഥാപാത്രത്തിന്റെ ലേബലാണ് എനിക്ക്. 20-ാം വർഷം 93 ഡിസംബറിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ശരിക്കും സീന ആദ്യം ഉണ്ടായിരുന്നില്ല സിനിമയിൽ. മുരളി എൻ്റെ അടുത്ത് പറയുന്നത് വെങ്കലത്തിലൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? വെങ്കലം അല്ലേ? വെങ്കലം ഭരതേട്ടൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് മറ്റേ മുരളി വരുന്നത്, ആ കുട്ടി ഉണ്ട്, നമുക്ക് ആ കുട്ടിയെ വിളിക്കാം. അങ്ങനെ ആണ് സീനയിലെത്തുന്നത്. ആദ്യത്തെ ഷോട്ട് എടുക്കുന്നതിന് വരെ എനിക്ക് ടെൻഷനായിരുന്നു. എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മതി, ഇനി അപ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലാണ്. എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോണ പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തോണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്താ ചേച്ചി, എന്തിനാ അമ്മ കരയുന്നേ? സാറിനെ ഞങ്ങൾ ശരിക്കും ടോർച്ചർ ചെയ്തു. എല്ലാ കുട്ടികളും കൂടെ ചേർന്ന് ശരിക്കും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തായിരുന്നു സാർ എന്നുള്ളത് കൂടെ ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ സാറെന്ന് പറഞ്ഞു തന്ന ഓരോ ഷോട്ട് മാത്രമേ ഞങ്ങളതിനകത്ത് സാർ എന്ത് പറഞ്ഞോ അത് തിരിച്ചതുപോലെ അങ്ങ് കാണിക്കുക എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് സാറിനോട് ഇടയ്ക്ക് സാറിനോട് ഓടിപ്പോയി ചോദിക്കും, സാർ എന്താ സാർ ഇതിൻ്റെ കഥ എന്താണെന്ന് ചോദിക്കും. സാർ പറയും സിനിമ വരുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ ഓടിച്ചു വിടും.